കടലാക്രമണം രൂക്ഷമായ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിത കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം തോപ്പുംപടിയിൽ വൈദികരുടെ ഉപവാസ ധർണ നടത്തി. കൊച്ചി, ആലപ്പുഴ രൂപതകളിലെ വൈദികരാണ് ഉപവാസ ധർണയിൽ പങ്കെടുക്കുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിലപാട് മാറ്റുമെന്ന മുന്നറിയിപ്പും പ്രതിഷേധക്കാർ നൽകുന്നു. തീരദേശങ്ങളിൽ വസിക്കുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊച്ചി, ആലപ്പുഴ രൂപതകളിൽ നിന്നുള്ള വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ഉപവാസ ധർണ എന്ന രീതിയിൽ അവർ ആരംഭിച്ചിരിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കം മാത്രമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ കടലാക്രമണത്തിൽ കഴിയുന്ന ആളുകൾക്ക് മതിയായ സുരക്ഷ നൽകുക, ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഒപ്പം തന്നെ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, മതിയായ സുരക്ഷ ഒരുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ സർക്കാരിന് മുമ്പിൽ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യങ്ങൾ? അതായത് സർക്കാരുകളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, ചെയ്ത കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഈ ടെട്രോപോഡ് കടൽഭിത്തി അത് സമഗ്രതയോടുകൂടി പുലിമുട്ടുകൾ നിരത്തിക്കൊണ്ട് തെക്കേ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ പൂർത്തിയാക്കണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നുള്ള സംഭവം പകുതി ദൂരം പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇരട്ടി ശക്തിയോടുകൂടി ബാക്കിയുള്ള പ്രദേശങ്ങൾ, കടല്, ഞങ്ങളുടെ പാർപ്പിടവും തൊഴിലിടവും ഒക്കെ ഒന്നാകെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് ആദ്യം സമഗ്രതയോടുകൂടി പരിഹാരം കണ്ടെത്തുക. ഇത് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, ജീവൻ്റെ പ്രശ്നമാണ്, പാർപ്പിടത്തിൻ്റെ പ്രശ്നമാണ്. ഇതെല്ലാം മനുഷ്യാവകാശങ്ങളാണ്. ഈ മനുഷ്യാവശ്യങ്ങൾ സംരക്ഷിക്കാനാണല്ലോ ഗവൺമെൻറ്, സർക്കാരൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് അവരുടെ ഏറ്റവും ആദ്യത്തെ ആ ഉത്തരവാദിത്തം ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ഏതെങ്കിലും രീതിയിലുള്ളൊരു ധനം നിങ്ങൾക്ക്, അതായത് ആവശ്യമായ തുക ലഭിക്കുന്നില്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ലെന്നുള്ള ആരോപണമല്ലോ ഉണ്ടോ? ആരോപണം ഇതാണ്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഈ കടൽഭിത്തി തീർക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. കിഫ്ബി ഫണ്ട് ഇപ്പോൾ പോരാതെ വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള തട്ടാമുട്ടി നയങ്ങളാണ് പറയുന്നത്. ഈ നഗരത്തിൽ തന്നെ സ്മാർട്ട് സിറ്റി എന്ന പേരിലും അതുപോലെ തന്നെ അത്യന്ത ആവശ്യമില്ലാത്തതുമായ പല പദ്ധതികളും സർക്കാരുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സംരക്ഷിക്കേണ്ട, മനുഷ്യ അവകാശത്തെ സംരക്ഷിക്കേണ്ട ഈ ഒരു പദ്ധതിക്ക് മാത്രം തുകയില്ല?